ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഓസി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഹണി റോസിൻ്റെയും ബോച്ചയുടെയും പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് ആദ്യം ബോച്ചയുടെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ട് വരാം. ബോച്ചയുടെ കൂടുതലായിട്ട് വിമർശനം വരുന്നത് ഈ സംസാര ശൈലിയാണ്. അതായത് രണ്ടർത്ഥം വെച്ചുള്ള ഡബിൾ മീനിങ് രീതിയിലുള്ള സംസാരം. ഈടായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ, ഹണി റോസ് എന്ന നടിയെ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തെന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്നത് ശരിയാണോ? അങ്ങനെ രീതിയിലാണ്. അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇപ്പൊ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ നടീന്നാണ്, വെടിന്നല്ല പറഞ്ഞത്. ഈ ഇതിന്റെയൊക്കെ മീനിങ് എന്താന്നുള്ള കാര്യം നമ്മളും ചോറൊക്കെ തിന്നുന്നവരാ, നമുക്കറിയാം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കാര്യങ്ങൾ. പുള്ളിക്കാരൻ പറയുന്ന എല്ലാം ഒരു ഡബിൾ മീനിങ് ആണ്. എന്ത് കാര്യം ആയിക്കോട്ടെ, എവിടെ നിന്നില്ല, ഏത് മൈക്കിന്റെ മുമ്പിലാണെങ്കിലും പെൺകുട്ടികളെ അപമാനിക്കുന്ന രീതിയിൽ അവരെ നിർത്തി അപമാനിച്ച് ഡബിൾ മീനിങ് ചെയ്യുന്ന ഒരാളാണ് ബോച്ച, അല്ലേ? ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ ഹണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചത്, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. പിന്നെയും പറയുന്നതൊക്കെ കണ്ടില്ലേ, നടിമാര് ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം സോഷ്യൽ മീഡിയയിൽ വന്ന ഉടനെ ആരെങ്കിലും ഒക്കെ വിളിച്ച് ചോദിക്കും, ഹണി റോസ് താമസിക്കുന്ന ഹോട്ടലിലാണോ താമസിക്കുന്നത്, ബോച്ച അവിടെ തന്നെയാണോ താമസിക്കുന്നത്, പുള്ളിക്കാരിയെ കിട്ടുമോ, എത്ര, എന്തൊക്കെ ചോദ്യങ്ങളാണ്. അത് അവരിങ്ങനാണ്, അല്ലെ അവര് വിളിച്ചാൽ പോകും, അല്ലെ പോകത്തില്ല, അതൊക്കെ അതവരെ പേഴ്സണൽ കാര്യം. അത് എന്താന്നുള്ളത് പുള്ളിക്കാരൻ വന്നിരുന്ന് ഇവിടെ വിളമ്പുവാണ്, അവരെ അപമാനിക്കുവാണ്, അല്ലേ? എന്നുവെച്ചാൽ നടിമാരെല്ലാം ഇങ്ങനെ പോകുന്നവരാണ്. പക്ഷെ അങ്ങനെ പോകുന്നവരല്ല, എല്ലാം പുള്ളിക്കാരൻ തന്നെ പറയുന്നത്. ചോദ്യവും ഉത്തരവും പുള്ളിക്കാരൻ തന്നെ പറയുന്നത്. അവരെ അപമാനിക്കുക, പക്ഷെ അപമാനിക്കുകയല്ല കേട്ടോ ഞാൻ. പക്ഷെ ഞാൻ അവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇങ്ങനത്തെ ഉള്ളൊരു സംസാരമാണ് പുള്ളിക്കാരൻ ഞാൻ അവിടെ പറഞ്ഞു, പക്ഷെ പറഞ്ഞില്ല. ഞാൻ അവരെ കളിയാക്കി, പക്ഷെ ഞാൻ കളിയാക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം, മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയുള്ള സംസാരമാണ് ഈ പുള്ളിക്കാരൻ്റെ. വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാന്നൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല. ഒരു തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത്. ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട്, കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു. പിന്നെ എന്താ പറയാ, ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, അക്ഷരങ്ങളൊന്നും. അക്ഷരത്തിൽ നമ്മൾ പഠിക്കുമ്പോ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക. ഈ ക്ലിപ്പ് കണ്ടില്ലേ? എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അങ്ങനെ പെണ്ണ് വിഷയങ്ങളൊന്നും ഇല്ല, അങ്ങനത്തുള്ള ഒരു ഇതുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ മേഖലയാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും പുള്ളിക്കില്ല, പെണ്ണുങ്ങളോടൊരു വീക്ക്നെസ്സും ഇല്ല. പിന്നെ അയാളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി അവർ നടിമാർ വിളിച്ച് ഉദ്ഘാടനങ്ങൾ ചെയ്യിക്കുന്നു, അങ്ങനെ കാര്യങ്ങളുള്ളൂ. അല്ല പുള്ളിക്കാരന് പെണ്ണ് വിഷയം അങ്ങനത്തെ ഒരു കാര്യമില്ല. ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ പുള്ളിക്കാരൻ്റെ ആ സംസാരം. ഏത് ഇൻ്റർവ്യൂ എടുക്കുന്ന ആ ഇൻ്റർവ്യൂ എടുക്കുന്ന പെങ്കൊച്ചിൻ്റെ അടുത്ത് ഡബിൾ മീനിങ് ആയിരിക്കും ആ തീരുന്നോട്ട് അവസാനം വരെ അയാൾ പറയുന്നത്, മനസ്സിലായോ? ഞാൻ ഒരു വീഡിയോ കണ്ടതാ, ഗണ്ണുണ്ടോ എന്ന് ചോദിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത്. എന്തോ ഗണ്ണുണ്ടോ എന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പിന്നെ ആ ഗണ്ണുണ്ട്. എന്നിട്ട് ഈ കൊച്ചു ചോദിച്ചു ഉണ്ടോ എന്ന്. എന്നിട്ട് പറഞ്ഞ മറുപടി ഒന്ന് കാണണം. അത് ഏത് നമ്മൾ തിന്നുന്ന ചോറല്ലേ, നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. ആ കൊച്ചിനെ ഇരുന്ന് ഡബിൾ മീനിങ് പറഞ്ഞങ്ങനെ കൊന്ന്. ആ ഒരു മനുഷ്യനാണ് ഇപ്പൊ വന്നിരുന്ന് നടിമാര് അങ്ങനെ പോത്തില്ല, അവർക്കൊരു ഇതില്ലേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അവര് അപമാനിച്ചുകൊണ്ട് അവരെ നേരെ പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് അടുത്ത കണ്ടോ. ഇപ്പോഴും പറയുന്നതൊക്കെ ഇതൊക്കെ തന്നെ, ഡബിൾ മീനിങ് അല്ലേ?
അയാൾ എന്തെങ്കിലും കാര്യം കുന്തി ദേവി എന്ന് പറയുന്ന നമ്മളുടെ ഈ പഴയ ഒരു കഥാപാത്രമാണല്ലോ, ഈ മഹാഭാരതം അങ്ങനത്തെ സംഭവത്തിൽ എന്തോ ഒരു സംഭവമല്ലേ കുന്തി ദേവി. അപ്പം നമുക്കറിയാം അത് കുന്തി ദേവി എങ്ങനെയാണെന്നും സംഭവം ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം അത് ഉപമിച്ചാണ് നമ്മൾ ഹണി റോസിനെ പറയുന്നത്. കുന്തി ദേവിയെ പോലെ മനോഹരമായ സുന്ദരിയാണെന്നൊക്കെ പറയുമ്പം ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുമല്ലോ, നമ്മൾ ഇതൊക്കെ എന്തൊക്കെ കാണുന്നതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു പെൺപിള്ളാരെയും വിളിച്ച് വരുത്തി അപമാനിക്കരുത് അല്ലേ. ഇപ്പം ഹണി റോസുമായിട്ടുള്ള മിക്ക സ്റ്റേജ് പ്രോഗ്രാമിനകത്തും ബോച്ച് ചിലതിനകത്തൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ അയാൾ ഡയമണ്ട് നെക്ലസൊക്കെ ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ഒന്നും കൂടി ഒന്ന് കറങ്ങും, ബാക്ക് നല്ലപോലെ കാണണമെന്നൊക്കെ. അപ്പം എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരാളെ വിളിച്ച് കൊണ്ടുവന്ന് ഓക്കെ അവരെ കാശ് കൊടുത്തായിരിക്കും അയാൾ ആ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ എന്തും സഹിക്കണമെന്നൊന്നുമില്ലല്ലോ ഇല്ലേ. ഒരു പെണ്ണിനും ഒന്നും സഹിക്കണ്ട, ആരുടെ അടിമയല്ല, ഒരു പെൺപിള്ളേർ ഒരു ആണുങ്ങളുടെ അടിമയല്ല. അപ്പം നമുക്ക് സ്ത്രീകൾക്ക് തരാനുള്ള ചില ഒരു ഇതൊക്കെ ഉണ്ട്. എന്താ, നമുക്ക് വില വേണം കുറച്ചെങ്കിലും. ഇത് നമ്മൾ പോകുന്നിടത്തല്ല ഈ കാണുന്നുണ്ട് ഇയാൾ ഡബിൾ മീനിങ് പറഞ്ഞ് ഒരുപാട് സ്ഥലത്ത് അവരെ ചീപ്പായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പം നമുക്കുള്ള വില നമ്മൾ കളയരുത്. അല്ലെങ്കിൽ ഇയാൾ ആദ്യം ഇങ്ങനെ ആണെങ്കിൽ തന്നെ പിന്നെ പോവരുതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ 2-3 പ്രോഗ്രാമിൽ അങ്ങനെ എനിക്കൊന്ന് പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെയെല്ലാം ഇത് കണക്കത്തെ ഡബിൾ മീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ ഇപ്പോൾ ഹണി റോസിനെ കുറിച്ച് ചോദിച്ചാൽ പുള്ളിക്കാരൻ്റെ മറുപടി ഇതേ കണക്കൊക്കെ ആയിരിക്കും. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, അതേപോലെയൊക്കെ ആയിരിക്കും പറയുക. എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്നവരുടെ കുഴപ്പമാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ തമാശയായിട്ട് എടുക്കാം, സീരിയസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അയാളോട് ചിലപ്പോൾ ദേഷ്യം തോന്നിയേക്കാം, ചിലപ്പോൾ അതൊരു ഫണ്ണായിട്ട് എടുത്തേക്കാം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്ന പോലെ ഇരിക്കും. പുള്ളിക്കാരൻ പറയാം അത് നിങ്ങളുടെ മൈൻഡിൽ അത് എങ്ങനെ എടുക്കുന്നതെന്ന് അതെനിക്കറിയത്തില്ല, അത് നിങ്ങൾ എടുക്കുന്ന പോലെ ഇരിക്കും. അതേ പുള്ളിക്കാരൻ കഴുകിയ ഉണക്ക് എടുക്കുന്ന പോലെ ഇരിക്കും. അയാൾക്ക് അതിനകത്തൊന്നും പറയാനില്ല. എന്തായാലും ഇപ്പം നല്ല രീതിയിൽ പുള്ളിക്കാരെ ഏറി നിൽക്കുവാണ്. ഇനി എന്നാണെന്ന് അറിയത്തില്ല പറന്നിറങ്ങുന്നത്, അതൊക്കെ പറന്നിറങ്ങിക്കോളും. അതായത് ഇപ്പം ഈ 2-3 ദിവസം കൊണ്ട് പുള്ളിക്കാരൻ ഏറിലാണ്. അതിനു വേണ്ടി പിടി വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കമൻസ് ചെയ്ത ആൾക്കാർക്കും കമൻറ്റിൽ പിടിച്ച് തൂങ്ങിയ ആൾക്കാരുടെ എല്ലാം പേരിൽ ഹണി റോസ് കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഓരോരുത്തർ പിടിയിലായിക്കോളും. എന്തായാലും ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്കിത് ഇത്രേ പറയാനുള്ളൂ. ആരെയും ഒരിടത്തും വെച്ച് ഡബിൾ മീനിങ് പറഞ്ഞ് ആക്ഷേപിക്കരുത്. ഓക്കെ, താങ്ക് യു.